ഹേ ഗായ്സ്, അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂട്യൂബിൽ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. ഇത് ഞാൻ മോളുടെ ബർത്ത്ഡേൻ്റെ ടൈമിൽ എടുത്ത വീഡിയോ ആണ്. പിന്നെ അത് എഡിറ്റ് ചെയ്യാനൊക്കെ വൈകി അങ്ങനെ ലേറ്റായി പോയതാണ്. ഫസ്റ്റ് ടൈം ഞങ്ങൾ ഈ ബർത്ത്ഡേൻ്റെ ടൈമിൽ തന്നെ നമ്മൾ തീരുമാനിച്ചിരുന്നു എവിടേക്കെങ്കിലും ജസ്റ്റ് ഒന്ന് പോകാമെന്ന് കരുതിയിരുന്നു. അപ്പോൾ അവൾക്ക് ഈ മൃഗങ്ങളെ കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ നമുക്ക് സൂ സജസ്റ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ തൃശ്ശൂരുള്ള പുത്തൂരുള്ള സൂവിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കാർ എടുത്ത് പോയി അവിടുന്ന് ട്രെയിൻ വഴി തൃശ്ശൂർ ഇറങ്ങണം കേട്ടോ. അപ്പോൾ നമ്മൾ കയറിയപ്പോൾ തന്നെ നമുക്ക് സീറ്റിൽ ഒരാളോട് ബുക്ക്ഡ് ആയിരുന്നു. പക്ഷേ അവർ വരാത്തത് കാരണം നമുക്ക് നല്ലതായിട്ട് ഇരുന്ന് പോകാൻ കഴിഞ്ഞു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞ സമയത്തേക്ക് ഞാൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ട്രെയിനിലുള്ളത് എടുത്ത് വെച്ചിരുന്നു. പിന്നെ പിന്നെ മോളും അച്ഛനൊക്കെ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തി അവിടെ ഇറങ്ങി. എന്നിട്ട് നമുക്ക് അവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ ആയിരുന്നു സൂവിലേക്ക് ഉണ്ടെന്ന് ഞങ്ങൾ നോക്കിയ സമയത്ത് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ ഓട്ടോ ചേട്ടൻ്റെ ഇത് വിട്ട് ചേട്ടാ സൂവിൽ പോകണമെന്ന് പറഞ്ഞ സമയത്ത് അവർ പറഞ്ഞു ഇവിടുന്ന് 12 കിലോമീറ്റർ ഉണ്ട് സൂവിലേക്ക്. കാരണം പഴയ സൂ മാറ്റി അത് പുതിയ സൂ ആക്കി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ പ്ലാൻ മാറ്റി നമ്മൾ ഫുഡ് കഴിച്ചു. അങ്ങനെ നേരെ അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് അവിടുത്തെ ബസ് സ്റ്റാൻഡിലേക്ക് പോയിട്ടോ. അവിടുന്ന് നമ്മൾ പുത്തൂരേക്ക് ബസ് കയറി. അവൾ ഇവിടെ നിന്നൊന്നും ബസ്സിൽ കയറാതെ തൃശ്ശൂർ പോയിട്ടാണ് ഫസ്റ്റ് ടൈം ബസ്സിൽ കയറിയത് കേട്ടോ. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഫേസിലുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ അതിന് മുന്നിൽ തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. അപ്പം വെയിൽ കാരണം നമ്മൾ ഓട്ടോയിലാണ് പോയത് കേട്ടോ. അപ്പോൾ ഇതാണ് തൃശ്ശൂർ സുവോളജിക്കൽ പാർക്ക്. നമ്മൾ ഉള്ളിൽ കയറിയതിന് ശേഷം ടിക്കറ്റ് എടുക്കാനുണ്ടായിരുന്നു. അപ്പം ടിക്കറ്റ് എടുക്കുന്നത് ബസ്സിന് എക്സ്ട്രാ പേയ്മെൻറ്റ് നമ്മൾ ചെയ്യണം. ഒരു 3-4 കിലോമീറ്റർ നടക്കാനുണ്ടാവും ബസ്സിൻ്റെ ടിക്കറ്റ് എടുത്തിട്ടില്ലെങ്കിൽ കേട്ടോ. അപ്പോൾ നമ്മൾ ബസ് ടിക്കറ്റ് ഓൾറെഡി എടുത്തിരുന്നു. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഓരോ സംഭവങ്ങൾ കണ്ടിട്ട് ഓരോ സ്പോട്ടിൽ പോയി നിന്നാൽ അവിടുന്ന് ബസ്സിൽ കയറിയിട്ട് നെക്സ്റ്റ് സ്പോട്ടിൽ ഇറങ്ങാം. അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലായിരുന്നു. കറക്റ്റ് നമ്മൾ ആ ഒരു ടൈമിലാണ് ചെയ്തത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഈ മുതലേനെയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. അവിടെ സെക്യൂരിറ്റീസ് ഗാർഡ്സൊക്കെ ഉണ്ട്. അവർ പറഞ്ഞുതരും ഓരോ സൈഡിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് കേട്ടോ. അങ്ങനെ മുതലേനെ കണ്ടിരുമ്പോൾ നേരെ പിന്നെ കുറച്ച് പക്ഷികളും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്തേക്ക് പോയി. അവിടുന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ മയിലിനെ കണ്ട്. മയിലിനെ നമ്മൾ അല്ലാതെയും കാണാറുണ്ട്. അതുകൊണ്ട് നമുക്ക് അത്ര എക്സൈറ്റ്മെൻറ്റ് അങ്ങോട്ട് വന്നിട്ടില്ല. പിന്നെ ഈ ഒരു സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് മലയണ്ണാനാണെന്ന് തോന്നുന്നു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നത് കുറേ നേരം നോക്കിയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അത് വീഡിയോ എടുക്കാനായിട്ട് ഓടിയിരുന്ന പോലെ. പിന്നെ നമ്മൾ നെക്സ്റ്റ് പോയത് മാനിനെ കാണാനാണ്. മാനൊക്കെ ചൂടായിട്ട് ഉള്ളിൽ നിൽക്കണം. ഒന്നും നമ്മുടെ ഈ ഒരു ഗ്ലാസിൻ്റെ അടുത്തേക്ക് വരുന്നില്ല കേട്ടോ. ഇവിടെയൊക്കെ അവർ വെള്ളം പമ്പ് ചെയ്തിട്ടതാണ്. അതുകൊണ്ട് മാൻ നമുക്ക് അടുത്തുനിന്ന് കാണാൻ പറ്റില്ല. നെക്സ്റ്റ് നമ്മൾ കാണേണ്ടത് പുലീനെയും കടുവേനെയും ഒക്കെയാണ്. അതിനാണ് നമ്മൾ മെയിനായിട്ട് വന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് പിന്നെ എനിക്ക് തോന്നുന്നു മ്ലാവിനെ കാണാനാണ്. മ്ലാവ് അതായത് കലാമാൻ. അതിനെ നമുക്ക് ഭയങ്കര അടുത്തുനിന്ന് കാണാൻ പറ്റി കേട്ടോ. അവിടുന്ന് പിള്ളേർ വിളിച്ച സമയത്ത് അത് നേരെ വന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നേരം അത് അവിടെ നിന്ന്. ഇവർക്ക് രണ്ടാൾക്കും നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ ബസ്സിൻ്റെ സ്പോട്ട് ഇതാണ്. ഇവിടെ നിന്ന് നമുക്ക് ബസ് കിട്ടും കേട്ടോ. പക്ഷേ ആ ബസ് പോയത് കാരണം ഞങ്ങൾ ഒരു പഴംപൊരി 2 പഴംപൊരിയും അതേപോലെ ഒരു എന്താണ് മിൽക്ക് സർബത്തോ അങ്ങനെ എന്തോന്ന് കഴിച്ചു. നെക്സ്റ്റ് ആണ് നമ്മൾ കാണാൻ വന്ന ആള് കേട്ടോ. പുലി കിടന്ന് ഉറങ്ങുകയാണ്. നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അത് നമുക്ക് കുറേ നേരം കാണാൻ പറ്റും. പിന്നെ നമ്മൾ കടുവേനെ കണ്ടു. കടുവേനെ നമുക്ക് കുറച്ച് ലോങ് ആയിട്ടാണ് കാണാൻ പറ്റിയത്. എനിക്ക് തോന്നുന്നു വെയിലായത് കാരണം എല്ലാം അതിൻ്റെ കംഫർട്ട് സോണിൽ ഇരിക്കുകയാണ്. പിന്നെ നമുക്ക് ഹിപ്പോപ്പൊട്ടാമസിനെയും ഒക്കെ കാണാനുണ്ടായിരുന്നു. പക്ഷേ വെയിൽ കാരണം നമുക്ക് മോളെയും കൊണ്ട് അധികം അങ്ങനെ നടക്കാൻ പറ്റാത്ത കാരണം നമ്മൾ വേഗം അവിടുന്ന് തിരിച്ചു കേട്ടോ. റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നമുക്ക് കുറച്ച് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു ട്രെയിന്. സോ നമ്മൾ AC റൂം ബുക്ക് ചെയ്തിട്ട് അവിടെ ഇരുന്നു. ഒരു 1 അവർ ഇരുന്നു. അങ്ങനെ നമ്മൾ നേരെ പിന്നെ ട്രെയിൻ കയറാൻ പോയി. ട്രെയിൻ കയറാൻ പോയപ്പോൾ അതിലും വലിയ കോമഡിയാണ്. ട്രെയിൻ ഓൾറെഡി 1.5 മണിക്കൂർ ലേറ്റാണ്. പിന്നെ ആണെങ്കിൽ നമ്മൾ ജനറൽ ടിക്കറ്റ് ആയിരുന്നു കിട്ടിയത്. സോ നമ്മളത് കൺവേർട്ട് ചെയ്ത് സ്ലീപ്പറിലേക്ക് ആക്കാൻ നോക്കി. പക്ഷേ TTR ഒരു വിധത്തിലും കയറാൻ സമ്മതിച്ചില്ല. പിന്നെ മോള് കുറേ ചോദിച്ചു TTRൻ്റെ അടുത്ത് കയറാൻ പറ്റുമോ എന്നൊക്കെ. അങ്ങനെയൊക്കെ ഞങ്ങൾ പിടിച്ച് കയറി ഒരു വിധത്തിൽ ഫൈനൊക്കെ കൊടുത്ത് വന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ കോഴിക്കോട് ഇറങ്ങി. പിന്നെ മെയിനായിട്ടുള്ളത് ഫുഡ് കഴിക്കണമല്ലോ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അവിടെ ഗ്യാസിൻ്റെ വിഷയം കാരണം കുറേ ഐറ്റംസ് ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ചിക്കൻ ഹനീത് കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങി. ബീച്ചിലേക്ക് ഇറങ്ങിയ സമയത്ത് അവിടെ ഈ ഒരു കാർണിവൽ ടൈപ്പ് സാധനങ്ങളൊക്കെ കണ്ട സമയത്ത് അവൾക്ക് അവിടെ പോകണമെന്ന് ഭയങ്കര നിർബന്ധം. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. അവിടുന്ന് ഒരു ചെറിയ റൈഡിലൊക്കെ കയറ്റി നേരെ തിരിച്ച് ബീച്ചിലേക്ക് തന്നെ വന്നു കേട്ടോ. വിശപ്പ് അങ്ങോട്ട് മാറിയിട്ടില്ലായിരുന്നു.
അപ്പം കുറച്ച് പാനിപൂരിയൊക്കെ വാങ്ങി. പിന്നെ മെയിനായിട്ട് നമ്മള് വെള്ളത്തിന് ദാഹിച്ച സമയത്ത് ഭാസ്കരേട്ടൻ്റെ സർബത്ത് നിങ്ങക്ക് അറിയാലോ. ഭയങ്കര ഫേമസ് ആണ് കോഴിക്കോട്. അത് അവരുണ്ടാക്കുന്നത് തന്നെ കാണാനൊരു രസമുണ്ട് ട്ടോ. അപ്പം എല്ലാവർക്കും കൂടെ ആയിട്ട് ഒരുമിച്ചാണ് ഉണ്ടാക്കുന്നത്. സാധാരണ ഇവിടെ ഭയങ്കര തിരക്കാണ്. ക്യൂ നിന്നാണ് വാങ്ങാറ്. എനിക്ക് തോന്നുന്നു നൈറ്റ് കുറച്ച് ലേറ്റ് ആയതുകൊണ്ടാണ്. എന്നാലും ഇത്രയും കണ്ടില്ലേ, ഇത്രയും ക്ലാസ്സിലെ ആൾക്കാര് ഉണ്ട് വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനൊരു മിൽക്ക് സർബത്തും അവരൊരു നോർമൽ സർബത്തുമാണ് വാങ്ങിയത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടുന്ന് കുടിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു റേറ്റിന് ഭയങ്കര വർത്ത് ട്ടോ. 25 രൂപ എങ്ങാനേ ഉള്ളൂ. അത് നോർമലിന് എനിക്ക് കറക്റ്റ് അറിയില്ല. അങ്ങനെ ഇന്നത്തെ ഒരു ഡേ അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ വീട്ടിലേക്ക് പോയിട്ട് നല്ലൊരു ഉറക്കം ഉറങ്ങണം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ഇടുന്നത്. അപ്പൊ ഞാൻ ഇനി ലോങ് വീഡിയോ കാര്യങ്ങളൊക്കെ ഇടണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.